ഇപ്പോൾ ഇടിച്ചക്കയുടെ കാലമായതുകൊണ്ട് നിങ്ങൾ ഇടിച്ചക്ക ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ. ചക്കയുടെ ചുളയും കുരുവും എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഇടിച്ചക്കയുടെ സമയം. ഇനി വേണ്ട സാധനങ്ങൾ: ഒരു തക്കാളി മുറിച്ചത്, പകുതി സവാള, 2 പച്ചമുളക്, 4 വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതെല്ലാം മാറ്റി വയ്ക്കാം. ഇനി ചെറുതായി മുറിച്ച ചക്ക കുക്കറിലിട്ട് കൊടുത്ത് 4 ആവി വരുന്നത് വരെ വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് വേവിച്ച് മാറ്റി വെച്ച ചക്ക അതിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ സൂപ്പർ സ്വാദാണ്. ഇത് ഇടിച്ചക്കയാണെന്ന് പോലും ആരും പറയില്ല. ആ വെള്ളം മാറ്റി വയ്ക്കാം. ഇനി ഇത് നല്ലതുപോലെ ഫ്രൈ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. അത് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് അതും മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് നേരത്തെ പ്ലേറ്റിൽ കാണിച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് നല്ലതുപോലെ ചതച്ച് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ നാട്ടിൽ അധികവും ഇടിച്ചക്ക തോരനും മസാലക്കറിയുമെല്ലാമാണ് ഉണ്ടാക്കാറ്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ കാണിച്ച സവാള ഇട്ട് കൊടുക്കാം. അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് 2 നുള്ളി മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയും കൂടിയിട്ട് ഒന്ന് ഇളക്കിയെടുക്കും. ഈ പൊടിയുടെയും പച്ചമണമെല്ലാം മാറിക്കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വയ്ക്കാം. തണുത്ത ശേഷം ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1 നുള്ളി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ വീട്ടിൽ ഈ കറിയൊന്ന് ഉണ്ടാക്കി നോക്കൂ. വീട്ടിലുള്ളവർ വീണ്ടും വീണ്ടും ചോദിച്ചു വാങ്ങും. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റിവെച്ച് അരച്ചെടുത്ത മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കണം. ഇടിച്ചക്ക തോരൻ മാത്രമല്ല, ഇങ്ങനെയും ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇടിച്ചക്ക ഹെൽത്തിയും കൂടി ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചക്ക വേവിച്ച് മാറ്റിവെച്ച ആ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വഴറ്റി വെച്ച ചക്ക ഇട്ട് കൊടുക്കാം. ചക്കയ്ക്ക് മസാല നല്ലതുപോലെ പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കണം. നിങ്ങളുടെ കൈവശം മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി നിങ്ങളുടെ കൈവശം കുറച്ച് സ്പ്രിംഗ് അണിയൻ കൂടി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് റെഡിയായി. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.